തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർ ഗൺ ഉപയോഗിച്ച വെടിവെപ്പ് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു ഈ സംഭവം. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത് എന്ന സംശയം പുറത്തേക്ക് വരുന്നു. പരിക്കേറ്റ വള്ളക്കടവ് സ്വദേശി ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് AK സ്റ്റെഫിനും ആശുപത്രിയിൽ നിന്ന് രാഹുൽ ജി നാഥും ചേരുന്നുണ്ട്. അത് സ്റ്റെഫിനിലേക്കാണ്. സ്റ്റെഫിൻ, ഈ സംഭവസ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ ഗ്യാങ് വാർ എന്ന തരത്തിലുള്ള ആ അർത്ഥത്തിലൊക്കെ കാണേണ്ട ഒന്നാണോ, അതോ എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്താണ്? പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ കൊറിയർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഇവിടെ വീട്ടിൽ എത്തിയിരുന്നു. ആ വീട്ടിൽ വന്ന് കൊറിയർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൊറിയർ നൽകിയ ശേഷം എയർഗണ്ണ് ചൂണ്ടി ഈ വീട്ടിലുണ്ടായിരുന്ന സിനി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വെടിയേറ്റ സ്ത്രീയുടെ പേര് സിനി എന്നുള്ളതാണ്. അവർക്ക് വെടിയേറ്റു, കയ്യിലാണ് വെടിയേറ്റത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും ഈ യുവതി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പരിക്കേറ്റ സിനിയെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനകളൊക്കെ തന്നെ നടന്നു വരികയാണ്. പ്രത്യേകിച്ചും നഗര മധ്യത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത്തരത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തിലാണ് പോലീസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഈ സമീപത്തുള്ള CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ കാര്യമായ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വീട്ടിൽ നടന്നു വരുന്നത്. പരിക്കേറ്റ സിനിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്റ്റെഫിൻ, കുറെ കൂടി വ്യക്തത അനിവാര്യമാണ് ഈ സംഭവത്തിൽ. ഈ വെടിവെപ്പ് നടന്നത് എപ്പോൾ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പറയുന്നുണ്ടോ? പോലീസിന് അല്പമെങ്കിലും ഗൗരവമുണ്ടോ? തിരുവനന്തപുരം ഒരു പ്രത്യേകിച്ച് രാത്രികാലത്ത്, പകലാണ് ഈ അക്രമ സംഭവം ഉണ്ടായത് എന്ന് തോന്നുന്നു സ്റ്റെഫിന്റെ വാക്കുകളിൽ നിന്ന്. എപ്പോഴാണ് ഈ അക്രമ സംഭവം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, ഒപ്പം പോലീസ് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നതുകൂടി. 8:30 ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8:30 ഈ വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിലുള്ള സിനിയുടെ വീട്ടിലേക്ക് കൊറിയർ നൽകാനുണ്ട് എന്ന വ്യാജേന ഒരു യുവതി എത്തുന്നു. അതിനുശേഷം ആ യുവതി ആ സ്ത്രീയെ വെടിവെക്കാൻ വേണ്ടി തോക്കെടുക്കുകയായിരുന്നു. ആ തോക്കെടുത്ത് ചൂണ്ടിയതോടുകൂടി സ്ത്രീ സിനി കൈ ഉയർത്തി അത് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനിടയ്ക്ക് കയ്യിൽ വെടിയേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഒക്കെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ചിലരെ കാണുന്നുണ്ടല്ലോ, അതാ വീടാണോ, ആരെല്ലാമാണ്, ഏതൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്? വിശദമായ തെളിവെടുപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ നടന്നു വരികയാണ്. ഈ കാണുന്ന വീട്ടിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. 8:30 ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിൽ മറ്റ് ഉള്ളവർ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വിശദമായി മൊഴിയെടുക്കുകയാണ് പോലീസ്. പല സ്ഥലങ്ങളും ഇപ്പോൾ ഏതായാലും വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഭാഗത്തൊക്കെ തന്നെ, ഈ ഗേറ്റ് തുറന്ന ഈ ഭാഗത്തൊക്കെ തന്നെ ഈ വന്ന യുവതിയുടെ കൈ ഒക്കെ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫോറൻസിക് തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ചേട്ടാ, ഇവിടെ അടുത്തുള്ള ആളാണോ? എന്താ ഇതൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണല്ലോ, എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ പോലീസുകാർ നിൽക്കണമെന്ന് അറിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അറിഞ്ഞില്ല എന്താണെന്നുള്ള എനിക്കറിയില്ല.